ബാബറി മസ്ജിദ് തകർത്ത അതേ മാസം ബംഗാളിലെ ബാബറി മസ്ജിദിൽ ബാങ്ക് വിളികൾ ഉയർന്നിരിക്കുന്നു. വെള്ളിയാഴ്ച ഉദ്ഘാടന നമസ്കാരം നടന്നിരിക്കുകയാണ് ബംഗാളിലെ ബാബറി മസ്ജിദിൽ. ഏറ്റവും പുതിയ ബ്രേക്കിംഗ് വിവരങ്ങളിലേക്കാണ്. ആയിരക്കണക്കിന് പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ നിർദ്ദിഷ്ട ബാബറി പള്ളിയുടെ സ്ഥലത്ത് ഉദ്ഘാടന വെള്ളിയാഴ്ച പ്രാർത്ഥന ഇന്ന് നടക്കുകയാണ്. അടുത്ത വർഷത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രഭാതമായിട്ടാണ് ഇതിനെ കാണുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പാർട്ടി സസ്പെൻഡ് ചെയ്ത വിമത MLA ഹുമയൂൺ കബീർ കഴിഞ്ഞ ശനിയാഴ്ച പള്ളിക്ക് തറക്കല്ലിട്ടു. ബൽദംഗയിൽ വൻ ഒരുക്കങ്ങൾ നടന്നുവരികയായിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ അഥവാ ജുമുഅ നമസ്കാരം ഇസ്ലാമിൽ നിർണായകമായ ഒരു വസ്തുതയാണ്. പലപ്പോഴും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ഈ ദിവസത്തെ പ്രാർത്ഥനയിലാണ്. നൂറുകണക്കിന് മുസ്ലിം വിശ്വാസികൾ രാവിലെ മുതൽ പള്ളി സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം 1000 പേർക്ക് ഭക്ഷണം നൽകാനുള്ള ക്രമീകരണങ്ങളുമുണ്ട്. സ്ഥലത്ത് ഖിച്ചടി എന്ന വിഭവം തയ്യാറാകുന്നുണ്ട്. ഒരു സംഘം പച്ചക്കറികൾ തൊലികളയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പള്ളിയുടെ നിർമ്മാണത്തിനായി സംഭാവന ചെയ്ത ഇഷ്ടികകളുടെ കൂട്ടങ്ങൾ അവയ്ക്ക് പിന്നിൽ കൂട്ടിവെച്ചിരിക്കുന്നു. 1000 പേർക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം ഒരുക്കുന്നു. 1.5 ക്വിന്റൽ അരിയും മറ്റു സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പാചക സംഘത്തിലെ ഒരാൾ പറയുന്നത്. അവർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നമുക്ക് പുണ്യം ലഭിക്കുമെന്ന് മറ്റൊരാളും കൂട്ടിച്ചേർക്കുന്നു. എല്ലാവരും വളരെയധികം ഉത്സാഹത്തിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. 1992 അയോധ്യയിൽ പൊളിച്ചു മാറ്റപ്പെട്ട 16-ാം നൂറ്റാണ്ടിലെ ബാബറി മസ്ജിദിന്റെ ഒരു പകർപ്പാണ് ബാർബറി പള്ളി എന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂപ്രകൃതി എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അത്. അയോധ്യ സംഭവം നടന്ന ഡിസംബർ 6 സംസ്ഥാനത്തെ ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കുന്നതിനുള്ള വിശാലമായ പദ്ധതിയോടെ അതേ പേരിൽ ഒരു പള്ളി പണിയാൻ കബീർ നിർദ്ദേശിക്കുകയായിരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ 294 സീറ്റുകളിൽ 135 എണ്ണത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ബാനർജിയുടെ മുസ്ലിം വോട്ട് ബാങ്ക് അവസാനിപ്പിക്കുമെന്ന് MLA ഇതിനകം പ്രഖ്യാപനവും നടത്തി. ബംഗാളിൽ ഒരു കിങ് മേക്കർ ആകാൻ ശ്രമിക്കുന്ന അദ്ദേഹം ഇതിനകം തന്നെ ഒരു പുതിയ പാർട്ടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM എന്ന പാർട്ടിയുമായി സഖ്യത്തിന് അദ്ദേഹം വാദിച്ചിരിക്കുകയാണ്. എന്നാലും പാർട്ടി ഇതുവരെ അത്തരമൊരു ക്രമീകരണം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതും സൂചനകളുണ്ട്. ബംഗാളിലെ മുർഷിദാബാദിൽ അതേസമയം ബാബറി മസ്ജിദ് പണിയാൻ ബാങ്കിൽ നിയമം അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദേശ പണം എത്തുന്നതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതോടെ ബാബറി മസ്ജിദ് പണിയുന്നതിന് മുൻകൈ എടുക്കുന്ന പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട തൃണമൂൽ MLA ഹുമയൂൺ കബീറിനോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിശദീകരണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹുമയൂൺ കബീർ പള്ളി പണിയുന്നതിനുള്ള ഫണ്ട് ശേഖരിക്കാൻ ഒരുക്കിയിട്ടുള്ള SBI ബാങ്ക് ശാഖയിലെ അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്നും പണം അയക്കുന്ന ആളുകളുടെ വിശദമായ വിവരങ്ങൾ നൽകണമെന്നാണ് SBI ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദേശ പണം ഇന്ത്യയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ തുകയാണ് ഹുമയൂൺ കബീറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് എന്നാണ് വിവരങ്ങൾ. വിദേശത്ത് നിന്നും തുക ഓൺലൈനിൽ അയക്കുന്നവർ QR കോഡ് സ്കാൻ ചെയ്താണ് പണം അയക്കുന്നത് എന്നാണ് സൂചന. പക്ഷെ വിദേശത്തെ പല രാജ്യങ്ങളിൽ നിന്നും പരിധി കവിഞ്ഞുള്ള തുകകൾ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാബറി മസ്ജിദ് പണിയുന്നതിനായി കഴിഞ്ഞ ദിവസം മുർഷിദാബാദിൽ തറക്കല്ലിടുന്ന ചടങ്ങിൽ സംഭാവന സ്വീകരിക്കാൻ പെട്ടികളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഏകദേശം 3.5 കോടി രൂപയോളം ലഭ്യമായി എന്നാണ് വിവരങ്ങൾ. എന്തായാലും ഇപ്പോൾ ബാങ്കിന്റെ വിശദീകരണം നൽകാൻ ആലോചിച്ചു വരികയാണ് ഹുമയൂൺ കബീറും കൂട്ടരും. നേരത്തെ ബാബറി മസ്ജിദ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ ഉടൻ ഹുമയൂൺ കബീറിനെ തൃണമൂലിൽ നിന്നും മമതാ ബാനർജി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെ പല ഭാഗത്തു നിന്നും മുർഷിദാബാദിലെ ബാബറി മസ്ജിദ് നിർമ്മാണം വിവാദത്തിലായിരിക്കുകയായിരുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച് ഡിസംബർ 6-നാണ് പള്ളി നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും ചെയ്ത ബാബറിന്റെ പേരിൽ ഇനിയൊരു പള്ളി ഇന്ത്യയിൽ പണിയാൻ അനുവദിക്കില്ല എന്നാണ് ബംഗാളിലെ BJP നേതാവ് ദിലീപ് ഘോഷ് പ്രഖ്യാപിച്ചത്. എന്തായാലും ബാബറി മസ്ജിദിന്റെ പേരിൽ ബംഗാൾ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. അതിനിടെ താൻ പുതിയ പാർട്ടി രൂപീകരിച്ച് അസദുദ്ദീൻ ഒവൈസിയുമായി ചേർന്ന് 2026 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഹുമയൂൺ കബീർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ബംഗാളിലെ ആകെയുള്ള 294 നിയമസഭാ സീറ്റുകളിൽ അടുത്ത തവണ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 90 സീറ്റുകൾ തന്റെ പാർട്ടി പിടിക്കുമെന്നും കബീർ പ്രഖ്യാപിച്ചിരുന്നു. 3 തവണ ബംഗാൾ ഭരിച്ച മമതാ ബാനർജി 4-മതും ബംഗാൾ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹുമയൂൺ കബീർ. ഇതോടെ തൃണമൂൽ കോൺഗ്രസ് രണ്ടായി പിളരുമെന്നും ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ബാബറി മസ്ജിദ് അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച അതേ മാസം തന്നെ ആ വാർഷികം ആഘോഷിച്ച അതേ മാസം തന്നെ അവിടെ പുതിയ ബാബറി മസ്ജിദിൽ ബാങ്ക് വിളികൾ ഉയരും എന്നുള്ള ആ ഒരു പ്രതിജ്ഞ അവർ സഫലമാക്കിയിരിക്കുകയാണ് ഈ ഒരു ജുമുഅ നമസ്കാരത്തിലൂടെ. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.